വോയിസ് ഓഫ് മുജിബിലേക്ക് അവർക്കും സ്വാഗതം. IPL-ൽ അങ്ങനെ അവസാനം മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യയെ ചെന്നൈ സൂപ്പർ കിങ്സിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നു. പക്ഷേ രണ്ട് ഡിമാൻഡുകളാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് മുന്നിലേക്ക് ഹാർദിക് പാണ്ഡ്യയെ കൈമാറുന്നതിന് വേണ്ടി മുംബൈ ഇന്ത്യൻസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സിന് നിർബന്ധമായും ഒരു ഓൾറൗണ്ടർ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് വേണ്ടിയുള്ള ശ്രമം നിരന്തരം ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിക്കൊണ്ടിരുന്നത്. CSKയും KKRും ലക്നൌവുമെല്ലാം ഹാർദിക് പാണ്ഡ്യയെ കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതുവരെ മുംബൈ ഇന്ത്യൻസ് വ്യക്തമായൊരു നിലപാടെടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതാ വ്യക്തമായ CSKക്ക് മുന്നിൽ രണ്ടു ഡിമാൻഡുകൾ വെക്കുന്നു. ഞങ്ങൾ ഹാർദിക് പാണ്ഡ്യയെ വിട്ടുതരാൻ തയ്യാറാണ്, പക്ഷേ ശിവം ദുബെയെയും ആയുഷ് മാത്രിയെയും ഞങ്ങൾക്ക് വിട്ടുതരണമെന്നാണ് മുംബൈ ഇന്ത്യൻസ് നിബന്ധനയായി ചെന്നൈ സൂപ്പർ കിങ്സിന് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത്. എന്നാൽ ശിവം ദുബെയെ തുറന്ന മനസ്സോടെ ചെന്നൈ സൂപ്പർ കിങ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എങ്കിൽ ആയുഷ് മാത്രയുടെ കാര്യത്തിൽ വിട്ടുകൊടുക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് മനസ്സില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ സീസണിൽ മികച്ച ഫോമിൽ നിറഞ്ഞാടിയ യുവതാരമാണ് ആയുഷ് മാത്രെ. ഇടയ്ക്ക് വെച്ച് പരിക്ക് പറ്റി റൂൾഡ് ഔട്ടായെങ്കിലും കളിച്ച മത്സരങ്ങളിലെല്ലാം മിന്നും ഫോമിൽ കളിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന് ആശ്വാസമേകിയ താരമാണ് ആയുഷ് മാത്രെ. എന്നതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ആയുഷ് മാത്രയെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതിനു പകരം മറ്റൊരു ഓപ്ഷൻ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിന് മുന്നിലേക്ക് വെക്കുകയാണ്. ശിവം ദുബെയെയും ഡിവാൾഡ് ബ്രേവിസിനെയും ഞങ്ങൾ വിട്ടുതരാം, കൂടെ 10 കോടിയും ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിന് ഓഫർ ചെയ്യുന്നു ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യക്ക് പകരമായിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഹാർദിക് പാണ്ഡ്യ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. മുംബൈ ഇന്ത്യൻസ് പറഞ്ഞ ഡിമാൻഡ് ചെന്നൈ സൂപ്പർ കിങ്സ് അംഗീകരിച്ചില്ലെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഓപ്ഷൻ ഏറെക്കുറെ മുംബൈ ഇന്ത്യൻസ് അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അവസാന വിലയിരുത്തലുകൾ. അതിനാൽ ഹാർദിക് പാണ്ഡ്യ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്താൻ ഇനി അധിക നാളുകളില്ല. വരാനിരിക്കുന്ന IPL-ൽ ഒരിക്കലും CSK നയിക്കുന്നത് ഗെയ്ക്വാദ് ആയിരിക്കില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായതാണ്. ആ ഒരു ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ സഞ്ജു സാംസനെ നിയോഗിക്കപ്പെടും എന്നുള്ളതാണ് കരുതിയിരുന്നത്. എന്നാൽ ഹാർദിക് പാണ്ഡ്യയുടെ വരവോടെ ആ ഒരു തീരുമാനം അവിടെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു. ഹാർദിക് പാണ്ഡ്യ ഏത് ടീമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിലും ക്യാപ്റ്റൻസി തനിക്ക് ലഭിക്കണമെന്ന ഒരു പിടിവാശിയുണ്ട് എന്നുള്ളത് നേരത്തെ വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ഹാർദിക് പാണ്ഡ്യ എത്തുമ്പോൾ ഒരു പക്ഷേ ക്യാപ്റ്റൻസിയും ഹാർദിക് പാണ്ഡ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ സഞ്ജു സാംസന് ക്യാപ്റ്റൻസി ലഭിക്കുക എന്നുള്ളത് വീണ്ടും കാത്തിരിപ്പിലേക്ക് നീങ്ങും എന്നതിൽ തർക്കമില്ല. CSK സംബന്ധിച്ച് ഹാർദിക് പാണ്ഡ്യ പോലത്തെ ഒരു ഓൾറൗണ്ടർ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഹാർദിക് പാണ്ഡ്യയെ CSKയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യ പരിഗണന. അതിനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഡിമാൻഡുകളിൽ തീർച്ചയായിട്ടും ഇരുഭാഗത്തു നിന്നും വിട്ടുവീഴ്ചക്ക് രണ്ടു ടീമുകളും തയ്യാറാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കാരണം മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യ ടീമിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ല. ചെന്നൈ സൂപ്പർ കിങ്സിനാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ പോലത്തെ ഒരു ഓൾറൗണ്ടർ വേണം താനും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ രണ്ടു ടീമുകളും ചില വിട്ടുവീഴ്ചകളോട് കൂടി അതിനൊരു പരിഹാരം കാണും എന്ന് തന്നെയാണ് ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന സംസാരം. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.